Hello guys, welcome back to my channel. So guys, നമ്മൾ ഇന്നത്തെ വീഡിയോ റിഡിൽസ് വീഡിയോ ആണ്, മലയാളം റിഡിൽസ്. ഞാൻ നീട്ടി കൊണ്ടുവന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ നേരത്തെ എടുത്തായിരുന്നു. ഒരു വീഡിയോ അത് അപ്ലോഡ് ചെയ്യാൻ നോക്കിയിട്ട് വീഡിയോ ലോങ് ആയിരുന്നു. 17 മിനിറ്റിന്റെ സാധനം ഇപ്പൊ ലോങ് ആണ്. ഞാൻ ഇത് ലോങ് ആക്കി എനിക്ക് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം പറയാം. ഗൈസ്, ഞാൻ എന്താ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ എന്റെ സ്കൂളൊക്കെ തുറന്ന് എനിക്ക് പിന്നെ പനിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങിടയ്ക്കാണ് പോയത്. ഈ ബുധനാഴ്ചയാണ് പോയത്. അതുകൊണ്ടാണ് എനിക്കിപ്പോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാതെ. ഞാൻ വീഡിയോ എടുത്തതാണ് ഇപ്പൊ ഇങ്ങനെ കുളമായി പോയെ. അപ്പൊ ഈ വീഡിയോ എങ്കിലും ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കാം. സോ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ പറയണ്ടല്ലോ. അപ്പൊ ഗൈസ്, നേരെ വീട്ടിലേക്ക് പോവാം. മിസ്റ്റർ ശ്യാം ലളിതയുടെ വീടിന്റെ കതക് തുറന്നിട്ടിരിക്കുന്നതായി കണ്ടു. അകത്ത് കയറി നോക്കിയപ്പോൾ വീട്ടിൽ വെള്ളം കെട്ടി നിൽക്കുന്നു. ലളിതയുടെ വീടിന്റെ കഥ തുറന്നിരിക്കുന്ന കണ്ടപ്പോഴേ അവൻ കേറുന്നു. കള്ളൻ. വെള്ളം ഫോളോ ചെയ്ത് അയാൾ ബാത്റൂമിലേക്ക് പോയി. അപ്പോൾ അവിടെ ലളിതയുടെ ഡെത്ത് സംഭവിച്ചിരിക്കുന്നു. അയാൾ പേടിച്ചു പോയി. പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റീവ് മെഹുലിനെ ഫോൺ വിളിച്ചു. ബാത്റൂമിനകത്ത് പോയപ്പോൾ മെഹുൽ മൃതദേഹം താഴെ കിടക്കുന്നത് കണ്ടു. മൃതദേഹം കണ്ടപ്പോൾ തന്നെ മെഹുലിന് മനസ്സിലായി അവൾ എങ്ങനെയാണ് മരിച്ചതെന്ന്. നിങ്ങളും ശ്രദ്ധിച്ചു നോക്കൂ, എന്നിട്ട് എന്നോട് പറയൂ എങ്ങനെയാണ് അവൾ മരണപ്പെട്ടിട്ടുണ്ടാവുക എന്ന്. ഇങ്ങനെ ചോദിച്ചാൽ അവള് അങ്ങോട്ടൊന്നും പോണ്ട, ഞാൻ അതൊന്നും ആവാറായില്ല. എനിക്ക് ഈ നീല പാടുകളൊക്കെ ഉണ്ട്. എനിക്ക് നമ്മള് വിഷം കുടിച്ചു. അങ്ങനെ നമ്മൾ ആൻസറിൽ എത്തിയിരിക്കുന്ന അവള് വിഷം കുടിച്ചാണ് മരിക്കുന്നത്. വെള്ളം കുടിച്ചു. ആ സ്ത്രീയുടെ മൃതദേഹത്തെ സൂക്ഷിച്ചു നോക്കൂ. അവരുടെ ശരീരം പെരുകിയിട്ടുണ്ട്. ബാത്റൂമിൽ ബാത്ത് ടബും ഉണ്ട്. അതിനുള്ളിൽ അഴുക്ക് വെള്ളം നിറഞ്ഞിട്ടുണ്ട്. ആ വെള്ളം താഴെ വീണിട്ടുണ്ട്. അതിനർത്ഥം ആ സ്ത്രീ ബാത്ത് ടബിൽ മുങ്ങി. പൊട്ടന്മാര്, ഇതെന്തോ പൊട്ടന്മാരാണ് ഇതാണ്ട് ഇവരുടെ പേര് വെക്കട്ടെ. മൈൻഡ് യുവർ ലോജിക്. അത് ഞങ്ങൾ അങ്ങോട്ടാ ചോദിക്കുന്നത്. മൈൻഡ് യുവർ ലോജിക് ബ്രോ. ചുമ്മാ വണ്ടിയിലൂടെ കഷ്ടപ്പെട്ട് ഇന്നും പോരാഞ്ഞിട്ട് അവന്റെ ാണ് മരിച്ചത്. പക്ഷേ മെഹുൽ ആ ബോഡി കണ്ടിട്ട് വളരെ കൺഫ്യൂസ്ഡ് ആയി പോയി. എന്നിട്ട് അതൊരു അപകടമല്ല, കൊലപാതകമാണെന്ന് മനസ്സിലാക്കി. എന്താ ലോജിക്കൽ ആർമി? മെഹുലിനത് എങ്ങനെ മനസ്സിലായി? മെഹുല് കണ്ടപ്പോ മനസ്സിലായി. ഇപ്പൊ ഫുള്ള് നോക്കിയ ഇവിടെ ഫിംഗർ പ്രിന്റ്, ഇവിടെ ഫിംഗർ പ്രിന്റ്, ഇവിടെ ഫിംഗർ പ്രിന്റ്. അതാണ് സംഭവിച്ചത്. ഇവിടെ ഫിംഗർ പ്രിന്റ് ആണ്. കാലിലും ഉണ്ട്, കയ്യിലും ഉണ്ട് ഫിംഗർ പ്രിന്റ്. ഇതാണ് നടന്നത്. മുങ്ങിയാണെങ്കിൽ ബോഡി എങ്ങനെയാണ് താഴെ വന്നത്? ഇൻട്രസ്റ്റിംഗ്. അത് എന്തുവാടി, എന്തോ പൊട്ടന്മാരാടാ. അതിനിപ്പോ എന്തോ വെള്ളത്തിന്റെ അളവനുസരിച്ച് പോവല്ലോ, താഴെ വീടല്ലേ. ഇത് എന്തുവാടി, ഞാൻ പേര് ഇങ്ങോട്ട് എഴുതി വെക്കുവേ. എന്നാത്തിന് അവര് എന്റെ വീഡിയോ കാണുമ്പോ ഞാൻ പറയും മൈൻഡ് യുവർ ലോജിക്. പറഞ്ഞു, നേരത്തെ പറഞ്ഞു. അതായത് ബോഡി ആരോ ബാത്തപ്പിൽ നിന്ന് താഴെ എടുത്തു വെച്ചതാണ്. ഇതിനിടയിൽ ശ്യാം പറയുന്നു, അയ്യോ ഞാനല്ല ഇത് ചെയ്തത്. മെഹുൽ, അയ്യോ ഞാനല്ലേ ചെയ്തത്. വേറെ ആനിമേഷനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല. ലെൻസിന്റെ സഹായത്താൽ ആ ലേഡിയുടെ ശരീരം ഒബ്സർവ് ചെയ്തു. മെഹുലിന് കുറച്ച് ക്ലൂസ് കിട്ടി. ആ സ്ത്രീയുടെ കയ്യിലും കാലിലും ഫിംഗർ പ്രിന്റ്സ് ഉണ്ട്. ആ പാടുകൾ കണ്ടിട്ട് മെഹുലിന് ഒരു വലിയ ക്ലൂ കിട്ടി. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഈ ഫിംഗർ? ഇങ്ങനെ നോക്കുവാണെങ്കിൽ ഒന്നും മനസ്സിലായില്ല. സോ ഗൈസ്, ഞാനിപ്പോ കുറച്ച് ഓവർ ആക്ഷൻ കാണിക്കുന്നതിൽ ചുമ്മാ കാണിക്കുക. അപ്പൊ ഗൈസ്, അങ്ങനെ വെച്ചാൽ ഇവിടെ കയ്യിലും ഫിംഗർ പ്രിന്റ് ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ വെച്ചിട്ടും ആവാനാണ് സാധ്യത എന്ന് ഞാൻ പറയത്തില്ല. കാലും കൈ കൊണ്ടാണ് ചെയ്തത്. മാറുന്നു. ഇതൊക്കെ രണ്ടുപേരാണ് ചെയ്തത്. കണ്ടോ, ഫിംഗർ പ്രിന്റിന്റെ ഇത് നോക്ക്. ഒരെണ്ണം വലുത്, ഒരെണ്ണം ചെറുത്. രണ്ടുപേരാണ് ചെയ്തത്. ഫിംഗർ പ്രിന്റ് കണ്ടിട്ട് എന്ത് ക്ലൂ ആണ്? ഫിംഗർ പ്രിന്റ് കണ്ട ക്ലൂ. ഫിംഗർ പ്രിന്റ് ശ്രദ്ധിച്ചു നോക്കൂ. ഇവിടെ 2 ടൈപ്പ് ഫിംഗർ പ്രിന്റ് ഉണ്ട്. അതായത് ഒരാളല്ല, 2 പേരുണ്ട്. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഡെഡ് ബോഡി ഡോക്ടർ സഞ്ജനയുടെ അടുത്തേക്ക് പരിശോധനയ്ക്കായി. മെഹുൽ മിസ്റ്റർ ശ്യാമിനോട് ചോദിച്ചു, ഈ ഫ്ലോറിൽ ആരെല്ലാമാ താമസിക്കുന്നത്? താങ്കൾ ഇവിടെ എന്തിനാണ് വന്നത്? അപ്പോൾ മിസ്റ്റർ ശ്യാം പറഞ്ഞു, സർ, ഞാൻ ഇവിടെ റെന്റ് വാങ്ങാനായി വന്നതാ. ഈ ഫ്ലോറിൽ വേറെ ആരും തന്നെ താമസിക്കുന്നില്ല. ഈ ഫ്ലോർ മുഴുവനും കാലിയാണ്. മുകളിലത്തെ ഫ്ലോറിലും ആളില്ല. എന്നാൽ താഴത്തെ എല്ലാ ഫ്ലോറിലും ആൾക്കാരുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ലിഫ്റ്റിനടുത്ത് CCTV ക്യാമറയും ഉണ്ട് സർ.
ഇതുവരേക്കും ഒരുപാട് പേർ ലിഫ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാകും. എങ്ങനെ മനസ്സിലാക്കും ഇതിൽ ആരാണ് ആളെന്ന്? അപ്പോൾ മെഹുലിന് ഒരു ഐഡിയ കിട്ടി. എന്താ, മെഹുലിന് ലിഫ്റ്റ് കണ്ടിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും കൊലപാതകി ആരാണെന്ന്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നുകൂടെ കാണാം. ലിഫ്റ്റിന്റെ അടുത്ത് CCTV ആരും തന്നെ താമസിക്കുന്നില്ല. സർ, ഞാൻ ഇവിടെ റെന്റ് വാങ്ങാനായി വന്നതാ. ഈ ഫ്ലോറിൽ വേറെ ആരും തന്നെ താമസിക്കുന്നില്ല. ഈ ഫ്ലോർ മുഴുവനും കാലിയാണ്. മുകളിലത്തെ ഫ്ലോറിലും ആളില്ല. എന്നാൽ താഴത്തെ എല്ലാ ഫ്ലോറിലും ആൾക്കാരുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ലിഫ്റ്റിന്റെ അടുത്ത് CCTV ക്യാമറയുമുണ്ട് സർ. ഇതുവരേക്കും ഒരുപാട് പേർ ലിഫ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടാകും. എങ്ങനെ മനസ്സിലാക്കും ഇതിൽ ആരാണ് ആളെന്ന്? അപ്പോൾ മെഹുലിന് ഒരു ഐഡിയ കിട്ടി. എന്താ, മെഹുലിന് ലിഫ്റ്റ് കണ്ടിട്ട് എങ്ങനെ മനസ്സിലാക്കാൻ? ഞാൻ പറഞ്ഞത് മുകളിലത്തെ നിലയിൽ ആരും ഇല്ല, താഴത്തെ നിലയിലാണ് ഫുള്ളും ആൾക്കാര്. അപ്പൊ മുകളിൽ ആരും താമസിക്കുന്നില്ലേ? മറ്റേ കൊലപാതകം നടന്ന ആ നിലയിലോട്ട് പോയാൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. അതാണ് എന്നെ ഐക്യമൊക്കെ ബുദ്ധി കുറച്ച് കൂടുതലാണ്. അപ്പൊ ഈ CCTV ഫുട്ടേജുകളിൽ നിന്ന് ആരൊക്കെ ഏത് ഫ്ലോറിലാണ് ലിഫ്റ്റ് നിർത്തിയതെന്ന് നോക്കാമെന്ന് വിചാരിച്ച് മെഹുൽ അത് പരിശോധിക്കാൻ ആരംഭിച്ചു. അത് ലിഫ്റ്റിൽ തന്നെ എഴുതിയിരിക്കുമല്ലോ, 14th ഫ്ലോറിൽ ആരും താമസിക്കുന്നില്ല. അതായത് ഈ ലിഫ്റ്റ് 14th ഫ്ലോറിൽ പോയപ്പോൾ ലിഫ്റ്റിൽ കയറിയ ആൾ കൊലപാതകയായിരിക്കണം. മെഹുൽ CCTV ഫുട്ടേജസ് നോക്കി. അപ്പോൾ ഒരു പ്രാവശ്യം ലിഫ്റ്റ് 14th ഫ്ലോറിൽ പോയിരുന്നു. അപ്പോൾ ലിഫ്റ്റിൽ 3 പേരുണ്ടായിരുന്നു. ഈ 3 പേരിൽ ആരോ ഒരാൾ കൊലപാതകയായിരിക്കും. മെഹുൽ CCTV ഫുട്ടേജുകൾ വീണ്ടും നോക്കാൻ തുടങ്ങി. ലിഫ്റ്റിലുണ്ടായിരുന്ന ദേവ് 40 മിനിറ്റിനകം താഴെ ഇറങ്ങി പുറത്തേക്ക് പോയി. രണ്ടാമൻ ശിവം 4 മണിക്കൂറിന് ശേഷം താഴെ വന്ന് പുറത്തേക്ക് പോയി. 4 മണിക്കൂർ. മൂന്നാമൻ വൈഭവ് ലിഫ്റ്റിൽ മുകളിലേക്ക് പോയിരുന്നു. 15 മിനിറ്റിന് ശേഷം താഴേക്ക് വന്നു. മെഹുലിന് പെട്ടെന്ന് മനസ്സിലായി ആരാണ് കൊലപാതകയെന്ന്. എങ്ങനെ നിങ്ങൾക്ക് പറയാൻ കഴിയും? എനിക്ക് പറയാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ദേവി തന്നെ തുടങ്ങാം. എനിക്ക് തോന്നുന്നു 40 മിനിറ്റിനകം കൊലപാതകമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിയുള്ള പണിയാണ്. വൈബ് 50 മിനിറ്റ് കഴിഞ്ഞ് അതും കൊലപാതകം ചെയ്യാൻ പറ്റിയ ഒരു പണി എന്ന് പറഞ്ഞൊരു പണിയാണ്. ശിവൻ 4 മണിക്കൂർ. നീ എന്തായിരുന്നു ബിൽഡിംഗ് പൊളിക്കുമായിരുന്നോ? ഇപ്പൊ അവന്മാര് പറഞ്ഞ ദേഹം പെരുകിയിട്ടുണ്ടെന്നല്ലേ? 1.5 മണിക്കൂർ വേണം പെരുകാൻ. പിന്നെ കൊറേ കൈപാടുകള്. അത് ശിവമായിരിക്കും ഗൈസ്. അത് ശിവം കഴിയുമോ ലോജിക്കൽ ആർമി? സമയമൊന്നും വേണ്ട. കൊലപാതകി വെള്ളത്തിൽ മുക്കിയാണ് കൊന്നിരിക്കുന്നത്. ബോഡി പെരുകിയിട്ടുണ്ടായിരുന്നു. അതായത് 2-3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ബോഡി എടുത്ത് പുറത്തിട്ടത്. അതായത് ഇത് 3-4 മണിക്കൂറെങ്കിലും അവർ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ശിവം മാത്രമേ ഇത്രയും സമയം അവിടെ ഉണ്ടായിരുന്നുള്ളൂ. മിസ്റ്റർ ശ്യാം പറഞ്ഞു, ഇയാൾ അടുത്ത ബിൽഡിംഗിലാണ് താമസിക്കുന്നത്. മെഹുൽ പെട്ടെന്ന് ശിവത്തിന്റെ വീട്ടിലേക്ക് പോയി. വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞു, സർ, ശിവം സർ രാവിലെ പെട്ടെന്ന് ജോലിക്ക് വേണ്ടി പോയതാണ്. മെഹുൽ CCTV ഫുട്ടേജുകൾ നോക്കി. അയാൾ ശിവത്തെ കണ്ട് ഷോക്കായി പോയി. എന്താ ലോജിക്കൽ ആർമി, എന്തുകൊണ്ടാണ് ശിവത്തെ കണ്ടിട്ട് മെഹുൽ ഷോക്കായി പോയത്? ശിവത്തെ കണ്ടിട്ട് ഷോക്കായി പോയത് ശിവത്തിന് അങ്ങേർക്ക് അതീ തൊട്ടപ്പോ ഷോക്ക് അടിച്ചു കാണും. ചളിയായിരുന്നു, എനിക്കറിയാം. അങ്ങനെ ചോദിച്ചാൽ ഇവൻ നേരത്തെ ഒരു ഡ്രസ്സിന്റെ ആയിരിക്കും. നേരത്തെ എന്തോ ഒരു ഷെഫിന്റെ ഡ്രസ് എങ്ങാണ്ട് ഇട്ട്. ഇപ്പൊ അവൻ ഹുഡിയുടെ എങ്ങാണ്ട് ഇട്ട്. ഡ്രസ്സാണ്, ഡ്രസ്സിന്റെ. ശിവത്തിന്റെ ആദ്യത്തെ CCTV ഫുട്ടേജിൽ അയാളുടെ വസ്ത്രം വേറെയാണ്. അത് ഫോർമൽ ഡ്രസ് ആയിരുന്നു. ഇപ്പോൾ കാഷ്വൽ ഡ്രസ്സാണ്. അതായത് ഇയാൾ ആദ്യം ജോലിക്ക് പോയി കാണും, എന്നിട്ട് തിരിച്ചു വന്നു. വെരി ഇൻട്രസ്റ്റിംഗ്. മെഹുൽ സെക്യൂരിറ്റി ഗാർഡിനോട് ജോലി സ്ഥലത്തെ അഡ്രസ് ചോദിച്ച് മനസ്സിലാക്കി. എന്നിട്ട് അവിടേക്ക് പോയി. അവിടെ 3 ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ ബിൽഡിംഗ് ജിമ്മാണ്. രണ്ടാമത്തെ ബിൽഡിംഗ് കാർ റിപ്പയറിംഗ് ഷോപ്പ്. മൂന്നാമത്തെ ബിൽഡിംഗ് ഒരു ഹോട്ടൽ. മെഹുൽ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. ഏത് ബിൽഡിംഗിലായിരിക്കും ശിവം ജോലി ചെയ്യുന്നത്? എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ജിമ്മിലാണെങ്കിൽ ഇപ്പൊ അങ്ങനെ ഡ്രസ് ഉപയോഗിച്ച് ജിമ്മില് ആ വെയിറ്റിന്റെ ഡ്രസ്സിന്റെ ഒരു ആവശ്യമില്ല. കാർ റിപ്പയറിംഗ് ആവശ്യമില്ല. ഹോട്ടലില് ആവശ്യമില്ലെന്ന് പറയാൻ വരട്ടെ. നമ്മൾ ആ ഡ്രസ്സിലാണ് നോക്കണ്ട, അല്ലാതെ അവനിതിൽ ഏതേലും പറക്കട്ടെ. ഇപ്പൊ ഹോട്ടൽ 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 എന്ന് പറഞ്ഞു. ശിവം ബിൽഡിംഗിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അയാളുടെ ഡ്രസ് നോക്കൂ, കോട്ടും ടൈയും ഇട്ടിരിക്കുന്നു. പ്രൊഫഷണലായി തോന്നി. ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത്. പെട്ടെന്ന് ഹോട്ടലിനകത്തേക്ക് കയറിയ മെഹുൽ അവിടുത്തെ മാനേജറോട് ശിവത്തെ പറ്റി അന്വേഷിച്ചു. അവിടുത്തെ മാനേജർ പറഞ്ഞു,
ശിവം ഇന്ന് രാവിലെ ജോലിക്ക് വന്നിരുന്നു. കുറച്ചു നേരം ജോലി ചെയ്തതിന് ശേഷം തിരിച്ചുപോയി. പിന്നെ കണ്ടില്ല. മെഹുലിന്റെ ഡൗട്ട് ഇപ്പോൾ സത്യമായി വന്നു. അയാൾ പറഞ്ഞു, അതിനർത്ഥം ആ മർഡറിൽ ശിവന്റെ കൈയുണ്ട്. അറിയില്ല അവൻ എവിടെയാണെന്ന്, എവിടെ ഒളിച്ചിരിക്കുകയാണെന്ന്. പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും ഓപ്പൺ ആണ്. കൊല രണ്ടുപേർ ചേർന്നാണ് നടത്തിയത്. പക്ഷേ ലിഫ്റ്റിൽ ശിവം മാത്രമേ മുകളിൽ പോയി തിരിച്ചു വരുന്നുള്ളൂ. खोलना सरदा എടാ പരസ്യമോ टमाटर सॉस लग गया होगा പോളെണ്ണീറ്റാൻ പരസ്യം കൊണ്ടുവരും. എങ്കിൽ രണ്ടാമത്തെ ആൾ എവിടെയാണ്? മെഹുൽ ചിന്താക്കുഴപ്പത്തിലായി. നിങ്ങൾക്ക് പറയാനാകുമോ ലോജിക്കൽ ആർമി, രണ്ടാമത്തെ ആൾ എവിടെയാണുള്ളതെന്ന്? രണ്ടാമത്തെ ആളാ ശിവമ്മന്റെ കൂടെ. പക്ഷെ എനിക്കറിയത്തില്ല ഇവന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ തീർച്ചയായും രണ്ടാമത്തെ ആൾ ആ ബിൽഡിംഗിൽ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടാവും. ഇക്കാര്യം കൺഫേം ചെയ്യാനായി മെഹുൽ ആ ബിൽഡിംഗിലേക്ക് പോയി ഗാർഡിനോട് സംസാരിച്ചു. ഇന്ന് ആരെങ്കിലും സ്റ്റെയർ ഉപയോഗിച്ചിരുന്നോ? ഇല്ല സർ, സ്റ്റെയറിൽ പണി നടക്കുന്നുണ്ട്. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ആരും സ്റ്റെയർ കേസ് യൂസ് ചെയ്തിട്ടില്ല. മെഹുലിന്റെ സംശയം സത്യമായി തീർന്നു. രണ്ടാമത്തെ ആൾ ഇപ്പോഴും ബിൽഡിംഗിൽ തന്നെയാണ്. മെഹുൽ വീണ്ടും മർഡർ ലൊക്കേഷനിലേക്ക് പോയി. ആ ലേഡിയുടെ റൂം എല്ലാം നല്ലവണ്ണം പരിശോധിച്ചു. അപ്പോൾ അലമാരയിൽ ബാങ്കിന്റെ ഡോക്യുമെന്റ്സ് അവിടെ ചിതറിക്കിടക്കുന്നത് കണ്ടു. ATM കാർഡിന്റെ കവറും കണ്ടു. പക്ഷേ ATM കാർഡ് മിസ്സിംഗ് ആയിരുന്നു. ഇതിനർത്ഥം പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്നാണ്. ഇനി എന്നെ ഈ ATM കാർഡ് സഹായിക്കും അയാളെ പിടിക്കാൻ. എങ്ങനെ? ATM കാർഡ് എങ്ങനെയാണ് ആ കൊലപാതകയെ പിടിക്കാൻ സഹായിക്കാൻ പോകുന്നത്? ATM കാർഡിനോട് ചോദിച്ചാ പോരെ. അതല്ല, ATM കാർഡ് കാണുന്നില്ല. ഇപ്പൊ ഗൈസ് ഞാൻ ഇപ്പൊ ചളിയൊക്കെ അടിച്ച് എന്താന്ന് വെച്ചാൽ ഈ ATM കാർഡ് ഉപയോഗിച്ച സ്ഥലത്ത് ചോദിക്കണം. അതല്ല, ഇവന്മാരെന്ന് വെച്ചാ ഇല്ലാത്ത വഴിയിലൂടെ വഴി ഉണ്ടാക്കുന്ന ആൾക്കാരാ. ഉപയോഗിച്ച സ്ഥലത്ത് ചോദിക്കണം. അതായിരിക്കും ലോജിക്കൽ ആർമി. മെഹുൽ ബാങ്കിലേക്ക് ഫോൺ ചെയ്ത് ഇൻഫോം ചെയ്തു. എവിടെയെങ്കിലും ഈ ATM യൂസ് ചെയ്താൽ സ്ഥലം ഉടനെ ട്രാക്ക് ചെയ്ത് മെഹുലിനെ അറിയിക്കണമെന്ന്. അപ്പോഴേക്കും ഡോക്ടർ സഞ്ജനയുടെ ഫോൺ വന്നു. അവൾ മെഹുലിനോട് പറഞ്ഞു, മരണം സംഭവിച്ചത് വെള്ളത്തിൽ മുങ്ങിയല്ല, പകരം കഴുത്ത് ഞെരിച്ചാണെന്ന്. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ മെഹുലിന് മിസ്റ്റർ ലളിതിന്റെ ഫോൺ വന്നു. ഗാർഡ് ഒരാളെ 15ാമത്തെ നിലയിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെന്ന്, അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നുവെന്ന്. ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞു, ശിവം അയാൾക്ക് 10,000 രൂപ കൊടുത്തിരുന്നു ആ സ്ത്രീയുടെ വീട്ടിൽ മോഷ്ടിക്കാനെന്ന്. ആ സ്ത്രീ പക്ഷെ അവനെ കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. ഗത്യന്തരമില്ലാതെ അയാൾക്ക് അവളെ കൊല്ലേണ്ടി വന്നു. ശിവം അവിടെ വന്ന് രണ്ടുപേരും കൂടെ ചേർന്ന് അവരെ വെള്ളത്തിൽ മുക്കി. അപ്പോൾ എല്ലാവരും വിചാരിക്കുമല്ലോ ബാർട്ടബിൽ മുങ്ങിയാണ് അവൾ മരിച്ചതെന്ന്. മെഹുൽ ശിവം എവിടെയാണെന്ന് അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ശിവം ഇപ്പോൾ നാടുവിടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെഹുലിന് ബാങ്കിൽ നിന്നൊരു ഫോൺ വന്നു. റെയിൽവേ സ്റ്റേഷനിലെ ATM കൗണ്ടറിൽ ആ കാർഡ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന്. അതായത് അയാൾ ട്രെയിനിൽ ഒളിച്ചു കിടക്കാൻ ശ്രമിക്കുകയാണ്. മെഹുൽ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. ശിവത്തെ എവിടെയും കണ്ടില്ല. പക്ഷേ മെഹുൽ ശിവത്തെ കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് പറയാനാകുമോ ഈ ആൾക്കാരുടെ ഇടയിൽ ശിവം ആരാണെന്ന്? ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ശിവത്തെ കണ്ടില്ല, എന്നാലും ശിവത്തെ കണ്ടുപിടിച്ചു. അതിപ്പോ ഈ പച്ച സോട്ടും കൂട്ടിട്ടവൻ അല്ല ഇട്ടവൻ ഉറപ്പിച്ചവന്റെ കള്ള ലക്ഷണമുണ്ടോ? ശിവം താടിയും മീശയും വെച്ച് ഫേസ് മാറ്റി. പക്ഷേ ഉടുപ്പ് മാറ്റിയില്ല. മെഹുലിന് അയാളെ എന്തായാലും കൊള്ളായിരുന്നു. നല്ലൊരു ഊക്കളാറ്റ് പരിപാടിയായിരുന്നു. അപ്പൊ ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഗൈസ് സൈഡിൽ നിങ്ങൾ നോക്കണ്ട. അപ്പൊ ഗൈസ് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തേരും. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.